Hi, good morning all. This is Namal signing in for Mallu. Today's video is all about the Samsung Galaxy S22 series that launched a few hours ago. I'm shooting this video on 10th February and the time is almost around 12:50 am. If you like the video, like, share and subscribe along with enabling the bell button near the subscribe option. If you enable the bell button, you will get the latest notifications of the video that I upload. So let's get into the video. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഇൻട്രോ ഒക്കെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും എന്ന് വിചാരിക്കുന്നു വേണ്ട. നമ്മുടെ ചെറിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ചാനലിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാനലിൽ വീഡിയോസ് ചെയ്ത് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യണമെന്നുള്ളത്. സോ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ചെയ്യുന്നതേ ഉള്ളൂ. രാത്രി ഷൂട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സൈറ്റഡ് ആണ്. ഫസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു രാത്രി ടൈമിൽ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ രാത്രി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സിയുടെ S22 സീരീസും അതുപോലെ തന്നെ ടാബ്ലറ്റ് സീരീസ് ആയിട്ടുള്ള ടാബ് S8 സീരീസും ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8:30. ഇതിപ്പോൾ 10th ആയിട്ടുണ്ട്. ഫെബ്രുവരി 9 ആയിരുന്നു ലോഞ്ച്, വൈകിട്ട് രാത്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസും ടാബിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫോൺ ഏതെന്ന് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S22ഉം S22 പ്ലസും ഒരേ സ്പെക്കാണ് ഈ രണ്ട് ഫോണിനകത്ത് വരുന്നത്. ഡിസ്പ്ലേയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ചാർജിങ്ങിൽ മാത്രമാണ് നല്ലൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് വരുവാണെങ്കിൽ ഡിസ്പ്ലേയിലോട്ട് വരുവാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് S22നകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ S22 പ്ലസിനകത്താണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. QHD ഡിസ്പ്ലേ ഒന്നുമല്ല, നോർമൽ ഫുൾ HD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പം ഇതുവരെ അവർ തുടർന്നുകൊണ്ടിരുന്നത് പോലെ അല്ലാതെ വ്യത്യസ്തമായിട്ടൊരു ക്യാമറ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. 50 MP പ്രൈമറി ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 12 MP അൾട്രാവൈഡും പിന്നെ ഒരു 10 MP ടെലിഫോട്ടോ ക്യാമറയും വന്നിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ക്യാമറയ്ക്കകത്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നത് 50 MP പ്രൈമറി ക്യാമറയിലും 10 MP ടെലിഫോട്ടോ ക്യാമറയിലുമാണ്. 3x ഒപ്റ്റിക്കൽ സൂം എന്നൊരു ഫീച്ചറുമായിട്ടാണ് 10 MP ടെലിഫോട്ടോ ക്യാമറ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ OIS സപ്പോർട്ടും വരുന്നുണ്ട്. OIS 50 MP ക്യാമറയിലും 10 MP ടെലിഫോട്ടോ ക്യാമറയിലുമാണ് വന്നിരിക്കുന്നത്. OISൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. പഴയ പോലത്തെ അല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള OIS ഫീച്ചറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ VDIS എന്ന് പറയുന്നൊരു ഫീച്ചറും വന്നിട്ടുണ്ട്, വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, രണ്ട് സ്റ്റെബിലൈസേഷനും ഒരേപോലെ വർക്ക് ചെയ്തിട്ടാണ് വീഡിയോയുടെ ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളി ഷേക്ക് ഫ്രീ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും വരുന്നത് സാധാ OIS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പ്രീവിയസ് ജനറേഷൻ OIS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തായിട്ട് നമ്മൾ പ്രൊസസ്സറിലോട്ട് വരുവാണെങ്കിൽ 4 നാനോമീറ്ററിൻ്റെ ഒരു പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊസസ്സർ ഏതാണെന്ന് ലോഞ്ച് ഇവൻറ്റിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. 2 പ്രൊസസ്സറേ വരാൻ ചാൻസ് ഉള്ളൂ. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1ഉം അതുപോലെ തന്നെ എക്സിനോസിൻ്റെ 2200ഉം. 2200 ആവാനാണ് ചാൻസ് കൂടുതൽ. അത് റീജിയൻ അനുസരിച്ച് മാറും. അതായിരിക്കും അവർ സ്പെസിഫൈ ചെയ്ത് പറയാഞ്ഞത്. ഇന്ന് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 9-ാം തീയതി തൊട്ട് തന്നെ ബുക്കിംഗ് അവർ ആരംഭിച്ചിട്ടുണ്ട്. 24-ാം തീയതി ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റോറേജ് ഓപ്ഷൻസിലോട്ട് വരുവാണെങ്കിൽ 8GB റാമും അതുപോലെ തന്നെ 128GB ഇൻബിൽഡ് സ്റ്റോറേജും വരുന്നുണ്ട്. അതിനോട് തന്നെ 256GB ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. 12GB റാം വേരിയൻ്റ് ഒന്നും പുതിയ S22നകത്തും S22 പ്ലസിനകത്തും വന്നിട്ടില്ല. പിന്നെ മെയിൻ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ S22നകത്ത് വന്നിരിക്കുന്നത് 25 വാട്ടിൻ്റെ ഒരു ചാർജിങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 15 വാട്ട്സിൻ്റെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നമ്മൾ S22 പ്ലസിനകത്തോട്ട് വരുവാണെങ്കിൽ 45 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 15 വാട്ട്സിൻ്റെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് S22 അൾട്രയിലോട്ട് വരുവാണെങ്കിൽ ഡിസ്പ്ലേ വന്നിരിക്കുന്ന ഒരു 6.8 ഇഞ്ചിൻ്റെ QHD പ്ലസ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള S22നകത്തും S22 പ്ലസിനകത്തും 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ, നല്ലൊരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 1750 നിറ്റ്സിൻ്റെ പീക്കായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ എൻഹാൻസ്മെൻറ്റ് അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോട്ട് സീരീസിനകത്ത് കണ്ടുവന്നിട്ടുള്ള S Pen സപ്പോർട്ട് ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ S21 അൾട്രയ്ക്കകത്ത് S Pen സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇൻബിൽഡ് S Pen ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള S22 അൾട്രയ്ക്കകത്ത് ഇൻബിൽഡ് ആയിട്ട് തന്നെ S Pen വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ച് റിട്ടേൺ വെക്കാൻ പറ്റും. സോ അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഡിസ്പ്ലേയും വലുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസും ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ S Penൻ്റെ സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി ലോഞ്ചിൽ അവകാശപ്പെട്ടിരിക്കുന്നത്.
ഇതിപ്പോൾ നമുക്ക് റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പ്രോസസ്സറിലോട്ട് വരുവാണെങ്കിൽ ഇവിടെയും 4 നാനോമീറ്ററിൻ്റെ ഒരു പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് ഏത് പ്രോസസ്സറാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 അല്ലെങ്കിൽ എക്സിനോസ് 2200 ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. സോ അടുത്തൊരു ഫീച്ചറായിട്ട് നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് വന്നിരിക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും പിന്നെ ഒരു 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. രണ്ട് ടെലിഫോട്ടോ ക്യാമറകളും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നിനകത്ത് 10x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്, വേറെ ഒന്നിനകത്ത് 3x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നൈറ്റ് വീഡിയോഗ്രാഫി, നൈറ്റ് ഫോട്ടോഗ്രാഫി എക്സലൻ്റ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് S22-നകത്താണെങ്കിൽ, S22 Plus-നകത്താണെങ്കിൽ, S22 Ultra-ക്കകത്താണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിയും നൈറ്റ് വീഡിയോഗ്രാഫിയും. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ 40 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. S22 Plus-നകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അടുത്തായിട്ട് നമ്മൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 45 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ചാർജർ ഇൻബോക്സ് വരുന്നില്ല, എക്സ്ട്രാ നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ട്. 15 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ S22 സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ടാബ് S8 സീരീസിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാബ് സീരീസിലെ ടാബ് S8 നിന്ന് തുടങ്ങാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് വരുവാണെങ്കിൽ 11 ഇഞ്ചിൻ്റെ ഒരു LTPS ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5K റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇവിടെ നമ്മൾ പെർഫോമൻസ് പ്രോസസ്സറിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. 4 നാനോമീറ്റർ പ്രോസസ്സർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നുമില്ല തന്നെ ആ ഒരു 2 പ്രോസസ്സറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അത് റീജിയൻ അനുസരിച്ച് മാറും. ചിലപ്പോൾ യൂറോപ്പിൽ മാറാൻ ചാൻസ് ഉണ്ട്, ഏഷ്യയിൽ വരുമ്പോൾ വേറെ പ്രോസസ്സർ ആവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ അമേരിക്കയിലോട്ട് പോകുമ്പോൾ വേറെ പ്രോസസ്സർ ആവാൻ ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് അമേരിക്കയിലെല്ലാം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും ബാക്കിയുള്ള രാജ്യങ്ങളിൽ എക്സിനോസുമാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിപ്പ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാഞ്ഞത്. ഒരു ബാറ്ററിയിലോട്ട് വരുവാണെങ്കിൽ 8000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ 2 ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. 12 മെഗാ പിക്സലിൻ്റെയും 13 മെഗാ പിക്സലിൻ്റെയും ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 മെഗാ പിക്സലിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ടാബ് S8 Plus-ൻ്റെ സ്പെസിഫിക്കേഷൻസിലോട്ട് വരുവാണെങ്കിൽ ആദ്യം എനിക്ക് ഡിസ്പ്ലേ പറ്റി നോക്കാം. ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ 12.4 ഇഞ്ചിൻ്റെ ഒരു 3K ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കൂടെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ബാറ്ററിയിലോട്ട് വരുവാണെങ്കിൽ 10900 mAh ഒരു 45 വാട്ട്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സപ്പോർട്ടിലോട്ട് വരുവാണെങ്കിൽ 8GB 128GB വരുന്നുണ്ട്. അതേപോലെ തന്നെ 12GB 256GB സപ്പോർട്ടും വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ടാബ് S8 Ultra'യുടെ സ്പെസിഫിക്കേഷൻസിലോട്ട് പോകാം. 14.6 ഇഞ്ചിൻ്റെ ഒരു 3K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെയും 120 Hz സപ്പോർട്ട് വരുന്നുണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ സ്റ്റോറേജ് ഓപ്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ കുറേ സ്റ്റോറേജ് ഓപ്ഷൻസ് അൾട്രയിൽ വരുന്നുണ്ട്. ടാബ് അൾട്രയിൽ വരുന്നുണ്ട്. 8 128 വരുന്നുണ്ട്. അതേപോലെ തന്നെ 12 256 വരുന്നുണ്ട്. 16 512GB വരുന്നുണ്ട്. 16GB റാമും 512GB ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്പാൻഡബിൾ ഓപ്ഷനും വരുന്നുണ്ട്. 1TB വരെ എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റും മെമ്മറി കാർഡ് വഴി. നമ്മൾ ബാറ്ററിയിലോട്ട് വരുവാണെങ്കിൽ 11200 mAh ഒരു 45 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട് വരുന്ന ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലോഞ്ചിനകത്ത് വന്നിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.